ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റുള്ളൊരു നെയ്ച്ചോറും ബീഫ് റോസ്റ്റുമാണ്. നല്ല പെർഫെക്റ്റായ നെയ്ച്ചോറാണ്. ഒട്ടിപ്പിടിക്കാതെ കട്ട പിടിക്കാതെ പിന്നെ കൊഴിഞ്ഞു പോകാതെയൊക്കെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറും ബീഫ് റോസ്റ്റുമാണ്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടൊക്കെ ഉള്ള നല്ലൊരു ബീഫ് റോസ്റ്റാണ്. പിന്നെ അധികം ചാറൊന്നുമില്ലാതെ നല്ല കുറുകിയ ചാറോടുകൂടിയ ബീഫ് റോസ്റ്റാണ്. പിന്നെ ഈ നെയ്ച്ചോറും ബീഫ് റോസ്റ്റും ഉണ്ടെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല. ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ് ഈ നെയ്ച്ചോറും ബീഫ് റോസ്റ്റും. ഈ നെയ്ച്ചോറ് മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പപ്പടം അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ കറിയുടെ ആവശ്യമില്ല. ചോറ് മാത്രം കഴിക്കാനായിട്ട് പോലും നല്ല ടേസ്റ്റാണിത്. പിന്നെ ഈ ബീഫ് റോസ്റ്റ് നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് റോസ്റ്റാണ്. പിന്നെ ബീഫ് റോസ്റ്റും നെയ്ച്ചോറും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ പോകാനായിട്ട് പിന്നെ ഒരു കൊട്ടയിൽ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളമെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അതിൽ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം അത് വേകാനായിട്ട് പിന്നെ അടുപ്പിലേക്ക് വെക്കണം. ഇത് ഒരു 3-4 അടിയടിക്കുമ്പോഴേക്കും വിസിൽ വരുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും. പിന്നെ 1 കിലോ അരിയാണ് ഞാൻ നെയ്ച്ചോറിന് എടുത്തേക്കണത്. പിന്നെ നെയ്ച്ചോറിൻ്റെ അരിയാണ് കൈമ റൈസ്. അതിനാണ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് 1 കിലോനാണ് 1 കപ്പുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അത് കഴുകി വെള്ളം പോകാനായിട്ട് വെക്കണം. പിന്നെ 2 ടീസ്പൂൺ മല്ലിയാണ് എടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകവും പിന്നെ കുറച്ച് വറ്റൽമുളക് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് വറുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചൂടാക്കണം. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതൊരു ചൂടാറി കഴിയുമ്പോൾ അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ച് അതവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ഞാനൊരു 4 സവാള എടുത്ത് കട്ടി കുറഞ്ഞ് നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സവാള ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി ഉണ്ടെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുത്താലും മതി. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇതിപ്പോൾ പേസ്റ്റ് ആയതുകൊണ്ട് 1 ടീസ്പൂണും ഇഞ്ചി പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരു 4 പച്ചമുളകാണ്. പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ഇറച്ചി വേകാൻ വെച്ചപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും കൂടി ഇട്ട് കൊടുക്കുമ്പം അത് കറക്റ്റാകും. പിന്നെ ഞാൻ ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ കുറച്ച് കശുവണ്ടിയും കുറച്ച് വെള്ള കസേസും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാനായിട്ട്. അതും കൂടി തേങ്ങയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ അരച്ച് അവിടെ മാറ്റി വെക്കണം. നല്ല പട്ട് പോലെ അരച്ച് അവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ഇത് നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പിന്നെ മുളക് പൊടിയാണ് നല്ല കളറുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കറി മസാല ഇട്ട് കൊടുത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കണം. തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വെന്ത് വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ച മല്ലി മുളകും ജീരകമൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ആ മിക്സിയിലുള്ള ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്നതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഈ ബീഫ് വേവിച്ചതിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതും ഈ വെള്ളവും പിന്നെ ഈ മസാലയും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ മസാലയിൽ ഈ ബീഫിൻ്റെ വെള്ളം വേവിച്ച വെള്ളത്തിൽ കിടന്ന് ഈ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടണം. അതിന് ശേഷം ഈ ബീഫ് ഇതിലേക്ക് കൊട്ടിക്കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബീഫിലേക്ക് മസാലയൊക്കെ പിടിക്കണം. അതുപോലെ നല്ല ഇതിൽ പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം
പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റോസ്റ്റ് ചെയ്തുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കറിയല്ലല്ലോ. പിന്നെ അത് മൂടി വെച്ച് ഒന്ന് വേവിക്കണം. പിന്നെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ബീഫും ഈ ഗ്രേവിയും കൂടെ നല്ലതുപോലെ ഒന്ന് പിന്നെ മസാലയിൽ കിടന്നൊന്ന് വെന്ത് വരണം ഈ ബീഫ്. അതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച തേങ്ങയും കശുവണ്ടിയും വെള്ളക്കസൂസും കൂടെ അരച്ച് വെച്ചതുണ്ടായല്ലോ, അതിൽ ഒരു 3/4 ഭാഗത്തോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളമെല്ലാം വറ്റിക്കതിന് ശേഷം വേണം ഇത് ഒഴിക്കാനായിട്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പം അതും കൂടെ ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. എന്നിട്ട് പിന്നെ ഓഫ് ചെയ്തിട്ട് അത് മൂടി വെക്കാം. അതവിടെ കിടന്ന് ഒന്നും കൂടെ ഒന്ന് തിക്കായിക്കോളും. പിന്നെ നെയ്ച്ചോറ് വെക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം അത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ നല്ല ജീരകം ഒരു 1/4 ടീസ്പൂൺ മതി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പിന്നെ ഒരു സവാള നേരിയതായി കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ നെയ്യിലേക്ക് കിടന്ന് ഈ സവാളയും ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എന്നിട്ടെല്ലാം പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ 2-3 പച്ചമുളക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതുണ്ട്. പിന്നെ അട്ടാണി, പിന്നെ ഗ്രീൻ പീസ് അതും കൂടെ വിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വഴണ്ടൊന്ന് വരണ്ട, ഒരു വിധം ഒന്ന് വാടിക്കിട്ടിയാൽ മതി. ഈ സമയത്ത് അരി കഴുകി പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ പോകാനായിട്ട് ഒരു അരിപ്പയിലായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം പോയതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. വെള്ളത്തെപ്പാടി ഇട്ട് കൊടുക്കരുത്. വെള്ളമെല്ലാം പോയതിന് ശേഷം ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ അരിയും ഈ നെയ്യിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഈ നെയ്യിലും ഈ ഓയിലും കൂടെ കിടന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ ഈ നെയ്ച്ചോറ് നല്ല ടേസ്റ്റായിരിക്കും. കറി ഇല്ലാതെ തന്നെ നമുക്ക് ഈ നെയ്ച്ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരിക്കും. നല്ല ബിരിയാണി മോഡലിലൊക്കെയാണ് ഈ നെയ്ച്ചോറ് വന്നത്. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ വെളിച്ചെണ്ണയിലും ഇതിലൊക്കെ കിടന്ന് നല്ലതുപോലെ ഒന്ന് പിന്നെ അരിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരണം. പിന്നെ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കണം. നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുത്തത് ആ പാത്രത്തിൽ 2 പാത്രം വെള്ളം നമ്മളവിടെ തിളപ്പിക്കാനായിട്ട് മറ്റേ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പ് വെള്ളമാണ് തിളപ്പിച്ച് വെച്ചേക്കണത്. അതിൽ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എന്തൊരു ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിലേലും കുറച്ചായിട്ടൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നേരിയൊരു മഞ്ഞൾ കളർ കിട്ടാനായിട്ട്. പിന്നെ ഇത് പിടിക്കാതിരിക്കാനായിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ചെറുനാരങ്ങയാണ്, വലുതാണെങ്കിൽ പകുതി മതി. ഇത് ഒരു ചെറുതായതുകൊണ്ട് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നേരത്തെ നമുക്ക് കറിക്ക് വേണ്ടി അരച്ച് വെച്ച തേങ്ങയും കശുവണ്ടിയും പിന്നെ വെള്ളക്കസൂസും കൂടെ നേരത്തെ കറിയിൽ ഒഴിക്കാൻ വേണ്ടി അരച്ച് വെച്ചില്ലേ, അതിൽ കുറച്ച് ഞാൻ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചോറിൻ്റെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ചോറും ഇതിൽ കിടന്നൊന്ന് വെന്ത് കിട്ടണം. നല്ല ടേസ്റ്റായിരിക്കും ഇതൊക്കെ ഒഴിച്ചാൽ ഈ ചോറ് കഴിക്കാനായിട്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്
അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് ആവി കയറ്റണം. പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി, കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. പിന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് മൂടി വെക്കാം. ഇപ്പോൾ ആ ആവി കിടന്ന് നല്ലതുപോലെ വെന്ത് കിട്ടും. നെയ്ച്ചോറൊക്കെ പെട്ടെന്ന് വേകും, അധികം വേവില്ലാത്തതാണ് നെയ്ച്ചോറിന്. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കശുവണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് ആ ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ സവാള ഫ്രൈ ചെയ്തെടുക്കണില്ല, അതിന് പകരമാണ് ആദ്യം തന്നെ സവാള കുറച്ചെടുത്ത് അതിൽ വഴറ്റിയിട്ടത്. പിന്നെ വേറെ സെപ്പറേറ്റ് ആയിട്ട് സവാള ഫ്രൈ ചെയ്തിടണില്ല. എന്നിട്ട് അത് ഒന്ന് പിന്നെ വഴണ്ടി വരുമ്പം അതിൽ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് മൂടി വെക്കാം. ഇപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഇത് കഴിക്കാൻ നേരത്ത് എടുത്ത് വിളമ്പിയാൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു നെയ്ച്ചോറും ബീഫ് റോസ്റ്റുമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നെയ്ച്ചോറിനെ പെട്ടെന്ന് വേകും, അധികം വേവില്ല നെയ്ച്ചോറിന്. പിന്നെ നല്ല ടേസ്റ്റാണ് നെയ്ച്ചോറ്. കറിയില്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നെയ്ച്ചോറ്. തേങ്ങയും ഇതൊക്കെ കശുവണ്ടിയൊക്കെ അരച്ച് ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റുള്ളൊരു ചോറാണത്. പിന്നെ ബീഫ് റോസ്റ്റ് ഇത് ചോറിനോടൊപ്പം തന്നെ അല്ലാതെ തന്നെ അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പം, പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു നെയ്ച്ചോറും ബീഫ് റോസ്റ്റുമാണ്. ഒരു ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുമ്പോഴോ നമുക്കിതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണിത്. കഴിച്ചവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു ബീഫ് റോസ്റ്റും നെയ്ച്ചോറുമാണ്. നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.